ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡിന്നറിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ കണ്ടാലോ. ഫുൾ റെസിപ്പി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ പത്തിരിയും നമ്മൾ പത്തൽ കേട്ടോ. അവരിൽ പത്തലും അതുപോലെ തന്നെ ചിക്കൻ കറിയും, തേങ്ങ അരച്ച ചിക്കൻ കറിയും. ചിക്കൻ കറീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം നമ്മൾ അസ്ര നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് ചിക്കൻ കറീൻ്റെ പ്രിപ്പറേഷൻ നോക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ച്. കാരണം പത്തൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ. അതുകൊണ്ട് എളുപ്പപ്പണിക്ക് നമ്മൾ അധികം പത്തൽ തന്നെയാണ് ഉണ്ടാക്കൽ. തിരക്കിട്ട് ഉണ്ടാക്കുന്ന ടൈം അധികം പത്തിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് പത്തൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കേ. നമ്മൾ വൈകുന്നേരം 6 മണിക്കുള്ളിൽ തന്നെ നമ്മുടെ ഡിന്നറിൻ്റെ പ്രിപ്പറേഷനെല്ലാം നോക്കൂ കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന മന്തി അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാകും. അല്ലാത്ത ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഏകദേശം 5 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറിയെല്ലാം ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ കറി അവിടെ നിന്ന് റെഡിയാവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പത്തലിന് വേണ്ടിയിട്ടുള്ള മാവെല്ലാം നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസം ഡിന്നറിന് ഓരോ റെസിപ്പി ആയിരിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഏതെങ്കിലും 1-2 ദിവസം നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കലുണ്ട്. ബിരിയാണിയോ മന്തിയോ അല്ലെങ്കിൽ മാക്രോണിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും തന്നെയാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കൽ കേട്ടോ. പത്തൽ രാത്രി ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ്. പക്ഷേ ഇന്ന് നമ്മൾ ചിക്കൻ കറി ആയതുകൊണ്ട് ഏതായാലും നമ്മുടെ നല്ല തേങ്ങ അരച്ച ചിക്കൻ കറിക്ക് എന്തായാലും ബെസ്റ്റ് പത്തൽ തന്നെ ആയിരിക്കൂലേ. ചപ്പാത്തി ചിലവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പത്തൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പത്തൽ ഉണ്ടാക്കിയെന്ന് കേട്ടോ. പത്തൽ നമ്മൾ ചില നോമ്പിൻ്റെ ടൈമാണ് കൂടുതൽ ഉണ്ടാക്കൽ. നോമ്പിൻ്റെ ടൈം രാത്രി എല്ലാ ദിവസവും പത്തൽ തന്നെ ആയിരിക്കും. പത്തലും ചിക്കൻ കറിയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഉണ്ടാവൽ. അന്നേരം എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലെല്ലാം നല്ലോണം ഡിപ്പ് ചെയ്തിട്ടില്ല ആ ഒരു ടൈപ്പ് പത്തല്ല എന്നിട്ട് ഉണ്ടാക്കൽ. അത് അടിപൊളി ടേസ്റ്റ് എന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാ നോർമലായിട്ട് പത്തലുണ്ടാക്കി. ഞാൻ പത്തലുണ്ടാക്കുന്നതിൽ ഭയങ്കര പ്രൊഫഷണലായിട്ട് ആളൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാമത്തെ പത്തൽ ഫുള്ള് കുളമായിട്ടുണ്ട്. ഇനിയും എന്നാലും ഞാൻ തട്ടിക്കൂട്ടി അങ്ങനെ ഉണ്ടാക്കുക തന്നെ ചെയ്യും കേട്ടോ. അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാണ്ട് കൊഞ്ചിയില്ല. അപ്പോൾ ഓരോ പത്തലും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പത്തിരി ചുടുമ്പോൾ നമുക്ക് വേറൊരു പണിയും ആക്ച്വലി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൻ്റെ ഒരു പ്രശ്നം. കാരണം വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ കുറേ ടൈം ആകുമ്പോൾ അത് ഒരു ഉണങ്ങിപ്പോകുന്ന ഒരു സൈഡ് തന്നെ കുറേ ടൈം വെക്കുമ്പോൾ ഉണങ്ങിപ്പോകുന്ന ഒരു ഇതുണ്ടാവും. എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം അതാണ് കേട്ടോ. എൻ്റെ പത്തിലധികം ഉണങ്ങിയ പോലെ ആ ഒരു ഇതിലുണ്ടാവില്ല. അങ്ങനെ നല്ലോണം പൊങ്ങി വരുന്ന ആ ഒരു രീതിയിലൊന്നും ആയിരിക്കില്ല ഉണ്ടാവില്ല. ഉമ്മയിലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ പത്തൽ ചുടലും ക്ലീനിങ്ങും എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.